ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം ഡി സ്റ്റോറീസ്. എം ഡി സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും, ബിക്കോസ് ഞാൻ റീസെന്റ് ആണ് ആ പേര് മാറ്റിയത്. മുമ്പ് അഹമ്മദ് ഇനു വ്ലോഗ്സ് എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതിലാണ് ഇതിൽ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്, ഈ ഒരു ലോഗൊക്കെ ആയിട്ട്. ഇപ്പൊ ഞാൻ അതൊക്കെ മാറ്റി, കാലം മാറി ഞാനും മാറി എന്നൊക്കെ പറഞ്ഞ പോലെ. മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറുക്കനെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം, കറക്റ്റ് കാസർഗോഡ് സ്ലാങ് ഒക്കെ സംസാരിക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് വീഡിയോസ് ചെയ്തിരുന്നു. ബട്ട് കറന്റ്ലി ഒരു 3 ഇയറിൽ ഞാൻ കുറെ ചേഞ്ചായി ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്ക് പഴയതിനെ കുറിച്ചിട്ടും പഴയ ആൾക്കാർക്കുള്ള പുതിയതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്നുള്ളതിൽ പറയാം, ഒരു പാലം രണ്ടും കണക്ട് ചെയ്യാനുള്ള. നമ്മൾ യൂട്യൂബിൽ സജീവമായിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറീസ് ഇനി മൊത്തം സ്റ്റോറീസ് ആണല്ലോ. അതിലത്തെ സ്റ്റാർട്ടിങ് സ്റ്റോറി ആയിട്ടില്ലേ ഒരു മൈ യൂട്യൂബ് ജേണി എന്ന് വെച്ചാൽ പഴയതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഔട്ട്ലൈന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഈ സ്റ്റോറിയില്ലേ ഭയങ്കര ത്രില്ലർ സസ്പെൻസ് ആയിട്ടുള്ള സ്റ്റോറി ഒന്നുമല്ല, ഒരു ലോക്കൽ കഥ. ഇത് ഏകദേശം നടക്കണമെന്ന് വെച്ചാൽ 2020 ടൈമിൽ 2020 ഞാൻ ചെറുത് ഞാൻ എന്ത് ചെയ്ത്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വിചാരിച്ച് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയൊക്കെ യൂട്യൂബ് നോക്കി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണമല്ലോ. വീഡിയോക്ക് മുമ്പ് അതിനൊരു നമ്മുടെ ചാനലിൽ ഒരു പേര് വേണം. അങ്ങനെ പേര് ഞാൻ കുറേ അടുത്തുനിന്ന് ഇങ്ങനെ റെഫർ ചെയ്ത് ഞാനൊരു അടിപൊളി പേരിട്ട് മേക്ക് ഇറ്റ് ഈസി. ഫസ്റ്റത്തെ എൻ്റെ ഇതായിരുന്നു, യൂട്യൂബ് ചാനലിന്റെ പേര് അതായിരുന്നു. പിന്നെ ഞാൻ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. നോർമലി ഫസ്റ്റ് ഞാൻ ഓരോന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ടെക് ട്രൈ ചെയ്ത് നോക്കി, ഇൻഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കി, ആർട്ട് വീസ് ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്ത് നോക്കി. ഒന്നും ആരും കാണുന്നൊന്നുമില്ല. ബട്ട് എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്തു. അപ്പോഴാണ് എൻ്റെ ലൈഫിലെ ഒരു വഴിത്തിരിവായ ദർസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം. ആ പീരീഡില് നമുക്ക് ഫോണൊന്നുമില്ല, ഫോണൊക്കെ വീട്ടിൽ വെച്ച് നേരെ ദർസിലോട്ട് വിട്ട്. ദർസിലിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാം, അടുത്ത മാസം ഒരു 3 ലീവ് കിട്ടും, 3 ലീവിന് എന്ത് വീഡിയോസ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന്, മാസ ലീവ് 3 ദിവസമാണ്, മന്ത്ലി ലീവാണ് 3 days. അപ്പോൾ 2 days ഞാൻ വീഡിയോസ് ചെയ്യും. ലാസ്റ്റത്തെ ഡേ ഫുൾ എഡിറ്റ് ആൻഡ് അപ്ലോഡാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പറ്റണ വീഡിയോസ് ഒക്കെ മാക്സിമം ഈ 3 ദിവസത്തില് ഒരു മന്തിന് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. ഓരോ ദിവസവും അത് അപ്ലോഡ് ആയിക്കോളും. അങ്ങനെ അതിട്ട് ഞാൻ വീണ്ടും മന്ത്ലി ഇങ്ങനെ പോകും. ഒരു മാസം മന്ത്ലി ഇങ്ങനെ വന്നപ്പോൾ ഉണ്ട് ഒരു വീഡിയോ 1 million ഇങ്ങനെ അടിച്ച്. ഞാനാണെങ്കിൽ അത് ഷോക്കായി, അത് സന്തോഷമായി. ഞാൻ എന്തൊക്കെ കാട്ടിക്കുട്ടി നിൽക്കുന്ന അറിയില്ല. അങ്ങനെ പിന്നെ ഗ്രാജുവലി ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ക്ലിക്ക് ആവാൻ തുടങ്ങി. മീൻസ് അപ്പോഴാണ് ഈ റീൽസിന്റെ സമയമില്ലേ, റീൽസ് മീൻസ് യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുന്നത്. അതുവരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആ വീഡിയോസ് ഒക്കെ മില്യൺസ് ഒക്കെ അടിച്ച്. 5 വർഷം മുമ്പ് മില്യൺസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സംഭവമായിരിക്കണം, എനിക്കത് ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ യൂട്യൂബ് എനിക്ക് കുറെ പണി തരുന്നത്. ഒന്നാമത് എനിക്ക് വയസ്സായിട്ടില്ല എന്നുള്ള കുറച്ച് പ്രശ്നമുണ്ട്, ബാങ്കിങ് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ മോണിറ്റൈസേഷൻ ഇഷ്യൂസ് ഉണ്ട്. നമ്മള് മാക്സിമം എത്ര ഡീപ്ലി പാഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയാലും നമുക്കൊരു സ്റ്റേജിൽ നമുക്കൊരു മടക്കണ ഒരു സ്റ്റേജ് ഉണ്ട്. മീൻസ് ഒരു റിട്ടേൺസ് ഇല്ലാത്തപ്പോൾ. റിട്ടേൺസ് മീൻസ് എപ്പോഴും പൈസ തന്നെ ആഗ്രഹിക്കണം എന്നല്ല, നമുക്ക് മീൻസ് ഒരു എൻകറേജ്മെന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കട്ടായി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര അതിനൊന്ന് ബ്രേക്ക് അടിക്കാൻ തുടങ്ങി. വിച്ച് മീൻസ് ഒരു അത് വേണ്ടാന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അതിനോടൊപ്പം ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡിഗ്രി പഠിക്കാൻ വേറെ പുറത്തു പോകേണ്ട ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ മലപ്പുറം പോയി. അപ്പോ അവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന്. പിന്നില്ലേ എൻ്റെ ഒരു ക്യാരക്ടർ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെ മൂഡ് ഡിപ്പെൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചിലപ്പോ ഞാനൊരു ബോൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ല, ബട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലി വരക്കണം, അതിൽ ഞാൻ ഒതുങ്ങി കൂടിയില്ല. നെക്സ്റ്റ് പെയിന്റിങ്, അങ്ങനെ എനിക്കിങ്ങനെ ഡെവലപ്പ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയി, അത് ഞാൻ പഠിച്ച് അടുത്തതിലേക്ക് ഞാൻ പോയി. അങ്ങനെ പഠിച്ച് ഞാൻ ഇൻഷാല്ലാ ഇനി ഞാൻ ഡെവലപ്പ് ആയിക്കൊണ്ടുണ്ട്. ഇപ്പൊ റീസെന്റ് എനിക്കൊരു ബുക്ക് എഴുതണം എന്നുള്ളൊരു സാധനം വന്നു. അപ്പോൾ
ഞാൻ ഇതുവരെ ബുക്ക് വായിച്ചിട്ടില്ല, ഒരു ഫുള്ള് ബുക്ക്. ബട്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് റെഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടെക്നോളജീസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു കണ്ടന്റ് മേക്കിംഗ് ആണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഞാൻ ഈ ഒരു 3 ഇയറിൽ ഞാൻ ചെയ്ത്. ബട്ട് മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ 18 മുമ്പാണ്. ഇപ്പൊ ഞാൻ 20s ആണ്. 21 ആയി. അപ്പോ ഈ ജേണി മേ ബി ആർക്കെങ്കിലും യൂസ് ആക്കും ഇൻഷാല്ലാ. അങ്ങനെയൊക്കെ അതൊക്കെയാണ്. വേറെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നില്ലേ നീ എന്ത് ചെയ്തെന്ന് എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന സംഭവമാണ്. ഇതൊന്നും ഭയങ്കര സംഭവമായിട്ടല്ല. വിച്ച് മീൻസ് ഇന്റെ ഒരു ബുക്കാണിത്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. മീൻസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എന്താ പറയാ, ഡയറിയാ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് മൊത്തം. ഇതൊരു മാഡാണ്, ഇതൊരു ഹോപ്പാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാലം ഞാൻ ചെയ്ത ഡ്രോയിങ്സ് ആണ്. ഇത്രയും കാലം മീൻസ് അങ്ങനെ ഒന്നല്ല, ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ചെയ്ത ഡ്രോയിങ്സിലത്തെ അങ്ങനെ ഇതിന്റെ അടുത്ത് കാണിക്കാൻ കുറെ സാധനങ്ങളുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോ അത്ര തന്നെ, വേറെ കാര്യമൊന്നുമില്ല. ഞാനപ്പോ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, ഐ എം ബാക്ക്. ഞാനപ്പോ വീണ്ടും വന്നെന്നൊക്കെ പറയാം. സഹിച്ചോ, അത്ര തന്നെ. അപ്പോ ബൈ.